കഴിഞ്ഞ ക്ലാസ്സിലെ ഫിസിക്സ് അതിന്റെ ശാഖകൾ അത് നമ്മൾ കണ്ടു. അതിൽ ക്ലാസിക്കൽ ഫിസിക്സിന് തന്നെ ഒരു വിഭാഗമായ മെക്കാനിക്സിന്റെ വീണ്ടും അതിനെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് സ്റ്റാറ്റിക്സ്, കിനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഇതില് സ്റ്റാറ്റിക്സിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? സ്റ്റാറ്റിക്സ് is the study of action of forces at bodies on rest or equilibrium of bodies under the action of forces. Equilibrium, അതായത് ഇക്വിലിബ്രിയത്തിലുള്ള വസ്തുക്കൾ, റെസ്റ്റിലുള്ള വസ്തുക്കളെ കുറിച്ചാണ്. അതിന് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു പ്ലാവില് അതിന്റെ ഞെടുപ്പിൽ തൂങ്ങി കിടക്കുന്ന ഒരു ചക്കയുടെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഞെടുപ്പില്. അപ്പം എത്ര kg ആണോ അത്രയും kg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് അതിന്റെ ഞെടുപ്പിന്റെ ആ ഫോഴ്സിനെ വിസ്റ്റാൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ആ ഞെടുപ്പിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ റിയാക്ഷൻ ഫോഴ്സ് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരാൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ അയാളുടെ വെയിറ്റ് നേരെ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെയോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള റിയാക്ഷൻ ഫോഴ്സ്, ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്താണ് അയാളുടെ നിൽക്കുന്നത്. അപ്പം സ്റ്റാറ്റിക്സിൽ നമ്മള് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുക്കളിലെ ബലങ്ങൾ പ്രയോഗിക്കപ്പെടുമ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം, അതിന്റെ നിശ്ചലാവസ്ഥ, അതിന്റെ സന്തുലനാവസ്ഥയെ കുറിച്ച് പഠിക്കുന്നു. അതേസമയം പിന്നീട് നമ്മൾ കിനമാറ്റിക്സിലേക്ക് വരുമ്പോൾ കിനമാറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മോഷൻ, equations of motion, calculation of certain terms like velocity, acceleration, etc. അപ്പൊ ഈ കിനമാറ്റിക്സില് മോഷനെ കുറിച്ചുള്ള പഠനത്തില് അതിന്റെ കോസ് ഓഫ് മോഷൻ പറയുന്നില്ല. അതായത് എന്തുകൊണ്ടാണ് മോഷൻ ഉണ്ടാകുന്നത്, ഫോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെയോ അതിന്റെ വസ്തുക്കളുടെ മോഷനെ കുറിച്ചുള്ള ഇക്വേഷൻസ്, അങ്ങനെയുള്ള കാൽക്കുലേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കിനമാറ്റിക്സിൽ പഠിക്കുന്നത്. അതേസമയം ഡൈനാമിക്സിലോട്ട് വരുമ്പോഴോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കോസ് ഓഫ് ദ മോഷൻ ഓൾസോ, കോസസ് ഓഫ് ദ മോഷൻ ഓൾസോ. വസ്തുക്കള് ചലിക്കാനുള്ള കാരണങ്ങളെ കൂടെ കുറിച്ചുള്ള പഠനമാണ് ഈ ഡൈനാമിക്സിൽ പഠിക്കുന്നത്. ചലനം, എന്തുകൊണ്ടാണ് ചലനം ഉണ്ടാകുന്നത്? ബിക്കോസ് എ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. പിന്നെ അത് മെഷർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്റ്റാറ്റിക്സ്, കിനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. അതില് നമ്മൾ ആദ്യമായിട്ട് കിനമാറ്റിക്സിനെ കുറിച്ചാണ് ഇത് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ CBSE, ICSE, കേരള സിലബസിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തുമാത്രം ഡീപ്പായിട്ട് പോകുന്നുണ്ടെന്ന് അറിയില്ല. Kinematics is the study of motion. That is motion, chalanam. In this universe, nothing is at rest. ഒരു വസ്തുവും റെസ്റ്റ് എന്ന ഒരു അവസ്ഥയിലല്ല. All things are in motion. എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മള് ഭൂമിയുടെ ഉപരിതലത്തില് നിൽക്കുന്നു. ഇതേ ഭൂമി എന്ത് ചെയ്യുന്നു? സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂര്യനും ഭൂമിയും ഉൾപ്പെട്ട സോളാർ സിസ്റ്റം മുഴുവനും ഒരു ഗാലക്സിയുടെ ഭാഗമാണ്. ഇതെല്ലാം വീണ്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുക്കളും റെസ്റ്റ് എന്നുള്ള അവസ്ഥയിലല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ റെസ്റ്റ് ആൻഡ് മോഷൻ ഡിഫൈൻ ചെയ്യുന്നത്? റെസ്റ്റ് മോഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കാര്യത്തെ ആസ്പദമാക്കി മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. സറൗണ്ടിങ്സ്, ചുറ്റുപാടുകൾ. സറൗണ്ടിങ്സ് മീൻസ് ഈ പോയിന്റിന്റെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ഇത്
ഒരു സറൗണ്ടിങ് എ, പോയിന്റ് എ, പോയിന്റ് ബി അനദർ സറൗണ്ടിങ്, പോയിന്റ് സി. ഇതിവിടെ വയ്ക്കുമ്പോൾ ഇതിന്റെ റൂഫിലേക്കുള്ള ഡിസ്റ്റൻസ്, ഭിത്തിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അടുത്ത ഭിത്തിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതെല്ലാം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അളന്ന് നോക്കുകയാണെങ്കിൽ ഒരേപോലെയാണെങ്കിൽ, ഇപ്പോഴുള്ള പോലെ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ്സ് ഈ പോയിന്റ് വെസ്റ്റിലാണെന്ന് പറയാം. അപ്പം ഒരു സറൗണ്ടിങ്സില് അതിന്റെ സറൗണ്ടിങ്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം, സമയമനുസരിച്ച് മാറുന്നില്ല എങ്കിൽ ഈ വസ്തു റെസ്റ്റിലാണെന്ന് പറയാം. വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. അപ്പം ചുറ്റുപാടുകളെ ആസ്പദമാക്കി മാത്രമേ ഒരു വസ്തുവിനെ ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പം ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടി ചലിക്കുന്ന കാര്യമാണ് പറയുന്നത് മുമ്പോട്ട്. ഭൂമിയും നമ്മളും എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ സറൗണ്ടിങ്സിനെ ആസ്പദമാക്കി ഇത് മുമ്പോട്ട് ചലിക്കുന്നുണ്ടോ, അങ്ങനെയാണ് മോഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സറൗണ്ടിങ്സ് എന്നുള്ള ഒരു കാര്യം ഇതിനകത്ത് വരും, റെസ്റ്റ്, മോഷൻ. അപ്പം റെസ്റ്റ് എന്താണ്? സറൗണ്ടിങ്സുമായിട്ട് ബന്ധപ്പെട്ട ടൈം ഇന്റർവൽ അനുസരിച്ച് ആ പോയിന്റിന്റെ ഡിസ്റ്റൻസിന് മാറ്റമില്ല എങ്കിൽ, ഇവിടെ ഇങ്ങോട്ട് 5 മീറ്റർ, കുറച്ച് കഴിഞ്ഞാലും 5 മീറ്റർ ആണെങ്കിൽ ഇത് റെസ്റ്റിലാണെന്നും, വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ആദ്യം 5 മീറ്റർ ആയിരുന്നു, പിന്നെ അത് 6 മീറ്റർ ആയി, പിന്നെ ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും മാറുന്നത്, അങ്ങനെയാണെങ്കിൽ ഇത് മോഷനിലാണെന്ന് പറയാം. അപ്പൊ റെസ്റ്റ് ആൻഡ് മോഷൻ. അപ്പൊ റെസ്റ്റ് ആൻഡ് മോഷൻ എന്നുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ വേറെ ചില ടേംസ് ഉണ്ട്. ഇതാണ് ഡിസ്റ്റൻസ്, ലൊക്കേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, സ്പീഡ്, എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എ എന്ന ഒരു വസ്തു ഈ പോയിന്റിലാണെങ്കിൽ എയുടെ ലൊക്കേഷൻ ഏതാണ്? ദിസ് ഇസ് ദ ലൊക്കേഷൻ ഓഫ് എ. ഇതൊരു ഉറുമ്പ് ഈ ഭിത്തിയുടെ ഈ ബോർഡിന്റെ ഈ പോയിന്റിൽ നിൽക്കുന്നു. ഉറുമ്പ് സഞ്ചരിക്കുന്നു. സഞ്ചാരപാത പലതരത്തിലെടുക്കാം. പുള്ളിക്കാരൻ ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ വന്നു. ഇതൊരു പാത, പാത്ത്. സഞ്ചാരപാതത്തിന് പഥം അല്ലെങ്കിൽ പാത്ത് എന്ന് പറയാം. നേരെ പോകുന്നു, രണ്ടാമത്തെ പാത. ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ്. പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ കറങ്ങി തപ്പി പോരുവാണ്, ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തപ്പിപ്പോരുവാണ്, വീണ്ടും അവിടെ തന്നെ വന്നു. അപ്പൊ സി എന്ന പോയിന്റിൽ വന്നു. അപ്പൊ 3 പാതകളിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ആദ്യം സഞ്ചരിച്ച പാത, ഇത് 3 പ്രാവശ്യം സഞ്ചരിച്ചായിരിക്കാം. ആദ്യം സഞ്ചരിച്ച പാത 1, 2, 3. ഇതില് ഫസ്റ്റ് പാത്ത്, സെക്കൻഡ് പാത്ത്, തേർഡ് പാത്ത്, ആക്ച്വൽ ഡിസ്റ്റൻസ് കവേർഡ് എന്തായിരിക്കും? ആക്ച്വൽ ഡിസ്റ്റൻസ് കവേർഡ് സഞ്ചരിച്ച പാത മുഴുവൻ അളന്നു നോക്കണം. ഓരോ സെന്റിമീറ്റർ അളന്ന് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അത് ഡയറക്ഷൻ അതിനകത്ത് വരുന്നില്ല. അതായത് ഏത് ദിശയിലാണ് സഞ്ചാരം എന്ന് വരുന്നില്ല. അപ്പൊ എ തൊട്ട് സി വരെ ഒന്നാമത്തെ പാതയിൽ കൂടെ സഞ്ചരിക്കുന്ന ദൂരം രണ്ടാമത്തെ പാതയിൽ കൂടെ സഞ്ചരിച്ചേക്കാൾ വളരെ കൂടുതലായിരിക്കും. അതിലും കൂടുതലായിരിക്കും ചിലപ്പോൾ മൂന്നാമത്തെ പാതയിൽ കൂടെ, കാരണം അതിൽ വളവുണ്ട്. അപ്പൊ ആക്ച്വൽ ഡിസ്റ്റൻസ് കവേർഡ്, അതിനെയാണ് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ദിശയില്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ്. അതായത് കിഴക്കോട്ട് 2 മീറ്റർ. അപ്പം കിഴക്കോട്ട് എന്ന് പറയുന്ന ഭാഗമാണ് ദിശ സൂചിപ്പിക്കുന്നത്, കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറ്. വടക്കോട്ട് 3 മീറ്റർ. അപ്പം ഇത്തരം ദിശയോടുകൂടി പറയുന്ന കാര്യത്തിന് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ് അഥവാ സദിശങ്ങൾ എന്ന് പറയുന്നത്. ദിശയില്ലാതെ ഉദാഹരണമായിട്ട് വസ്തുവിന്റെ ഭാരം 5 കിലോഗ്രാം
അല്ല, വസ്തുവിന്റെ പിണ്ഡം 5 കിലോഗ്രാം. ഭാരം എന്ന് പറയുമ്പോൾ അതിന് ദിശയുണ്ട്. കാരണം എന്താണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദി എർത്ത്. അപ്പൊ മാസ് 5 കിലോഗ്രാം മാസ്. മാസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, വെയിറ്റ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഇവിടെ 5 കിലോഗ്രാം. അതുപോലെ വോളിയം ഓഫ് എ ലിക്വിഡ് 1 ലിറ്റർ, അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, ദിശയില്ല. അപ്പം വാട്ട് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി? അതിന് ദിശ പറയേണ്ട ആവശ്യമില്ല. ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് അളവ്. നമുക്ക് അളക്കാവുന്ന സാധനമാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി അളക്കാൻ വേണ്ടിയാണ് നമുക്ക് പലതരത്തിലുള്ള യൂണിറ്റുകളുള്ളത്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അതിന് അളവ് മാത്രമേ ഉള്ളൂ, ലെങ്ത് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ സെന്റിമീറ്റർ ആയിട്ട് പറയാം, അല്ലെങ്കിൽ മീറ്റർ ആയിട്ട് പറയാം, അല്ലെങ്കിൽ കിലോമീറ്റർ ആയിട്ട് പറയാം. അതിന്റെ ഏകകം, ഇതിനാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള യൂണിറ്റുകള് അത് സെന്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്, അങ്ങനെയുള്ള ഏകകങ്ങളുണ്ട്. സോ ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് ട്രാവൽഡിനെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഹരിക്കുന്നതാണ് എന്ത്? അതിന്റെ സ്പീഡ്. സ്പീഡ് ഓഫ് എ ബോഡി ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കുന്ന ദൂരത്തിനാണ് സ്പീഡ് എന്ന് പറയുന്നത്. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആക്ച്വൽ ടൈം. അപ്പൊ ഇവിടെ ഇത് 20 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ ഡിസ്റ്റൻസ് 14 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ ഡിസ്റ്റൻസ് 21 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പാതയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്പീഡ് 20 ബൈ ഇവിടെ സഞ്ചരിക്കാൻ എടുത്ത സമയം 5 സെക്കൻഡ് ആണെങ്കിൽ 20 ബൈ 5. ഇവിടെ സഞ്ചരിക്കാൻ എടുത്ത സമയം 4 ആണെങ്കിൽ 14 ബൈ 4. ഇവിടെ സഞ്ചരിക്കാൻ എടുത്ത സമയം 5.2 സെക്കൻഡ് ആണെങ്കിൽ 21 ബൈ 5.2. Anyhow, speed of a quantity is the actual distance covered divided by time. Actual distance സമയം കൊണ്ട് ഹരിക്കണം. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ക്വാണ്ടിറ്റി എന്താണ് നോക്കാം. ഈ നമ്മൾ എടുക്കുന്ന ഈ 3 ഡിസ്റ്റൻസിനകത്ത് ഡിസ്റ്റൻസില് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് AC ആണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് AC. അപ്പൊ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും കൂടെ ബന്ധിപ്പിക്കുന്ന, ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, എവിടെ നിന്നാണ് ജേർണി തുടങ്ങുന്നത്, അതാണ് ഇനീഷ്യൽ പോയിന്റ്. ഫൈനൽ പോയിന്റ് C. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്ന ഡയറക്റ്റഡ് ഡിസ്റ്റൻസിനെയാണ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ ഡയറക്റ്റഡ് ഡിസ്റ്റൻസ് ഓർ വെക്ടർ ക്വാണ്ടിറ്റി. ആ ഡിസ്പ്ലേസ്മെന്റിനെ എസ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെ സമയം കൊണ്ട് ഹരിക്കുന്നത് വെലോസിറ്റി എന്ന ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഒരു പ്രത്യേക ദിശയിലേക്കുള്ള വേഗത, പ്രത്യേക ദിശയിൽ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന വേഗതയ്ക്കാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സ്പീഡ് ഈസ് എ സ്കെയിലർ വേറസ് വെലോസിറ്റി ഈസ് എ വെക്ടർ. അപ്പം ഡിസ്പ്ലേസ്മെന്റിനെ സമയം കൊണ്ട് ഹരിക്കുന്നതാണ് വെലോസിറ്റി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.